അപ്പോഴാണ് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും അവനൊരു കോൾ വന്നത്. ആരാണെന്ന് ആലോചിച്ചുകൊണ്ട് വിവേക് ഫോൺ എടുത്തു. ഹലോ, അവൻ പറഞ്ഞു. ഏട്ടാ, ഞാൻ ചന്ദ്രകലയാണ്. നിങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണെന്ന് അമ്മ പറഞ്ഞു. ബസ് കയറിയടാ. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ കാർ അയച്ചു തരുമായിരുന്നല്ലോ. ആ കോമളവും മധുരവുമായ ശബ്ദം കേട്ടപ്പോൾ വിവേക് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി. ഏട്ടാ, അവൾ വീണ്ടും വിളിച്ചു. ഹാ ചന്ദ്രകല, വിവേക് മറുപടി നൽകി. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നല്ല രസമായ സമയം ചിലവഴിക്കാമായിരുന്നു എന്ന് ഞാൻ കരുതി. എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ചന്ദ്രകല ചോദിച്ചു. ഹാ പറയാം ചന്ദ്രകല, എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫോൺ ചെയ്യാം. ബാറ്ററിയും കുറവാണ്. ശരി എന്ന് പറഞ്ഞ് വിവേക് ഫോൺ കട്ട് ചെയ്തു. ഈ രാഹുലിൻ്റെ വാക്കുകൾ ഗൗരവമായി എടുത്ത് ഞാൻ കാവ്യ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഇത്രയും സ്വത്തുള്ള മറ്റൊരാലോചന വരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എങ്ങനെ? കാവ്യയുമായുള്ള വിവാഹകാര്യം രാഘവൻ നായർ അറിഞ്ഞാൽ ആ ആലോചന അവർ വേണ്ടെന്ന് വെക്കും. പക്ഷേ കാവ്യയുടെ അവസ്ഥ എന്താകും? എനിക്ക് കാവ്യയെ ജീവനാണ്. എന്നാൽ രണ്ടുപേരിൽ ഒരാളെ മാത്രം മതി എന്ന് വെച്ചാൽ എങ്ങനെ ശരിയാകും? കാവ്യയും വേണം, ചന്ദ്രകലയും. കാവ്യയുടെ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞു. അവർ അവളെ ഉപദ്രവിച്ചു. കരഞ്ഞുകൊണ്ടാണ് അവൾ ഫോൺ ചെയ്തത്. അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി, വിവേക് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഉണ്ടായോ? ഇവിടെയാണെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്ര വലിയൊരു ആലോചനയാണ് വന്നിരിക്കുന്നത്. ഈ വിവാഹം കഴിച്ചാൽ എനിക്ക് സ്വന്തമായൊരു കമ്പനി തന്നെ തുടങ്ങാം. ആ സ്വത്തെല്ലാം എൻ്റേതാകും എന്ന് പറഞ്ഞ് വിവേക് കാര്യങ്ങൾ വിശദീകരിച്ചു. എടാ, ജാക്ക്പോട്ടാണല്ലോ. നമ്മൾ ധൃതിപ്പെട്ട് ഓരോന്ന് ചെയ്തു കൂട്ടി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? രാഹുൽ ചോദിച്ചു. എനിക്ക് കാവ്യ വേണം. അതുപോലെ ആ സ്വത്തും കൈവിട്ടു പോകാൻ പാടില്ല. കാവ്യ പാവമാണ്. അവൾക്ക് എന്നെ ജീവനാണ്. അവളുടെ അടുത്ത് എനിക്ക് ഞാനായിട്ട് തന്നെ തുടരണം. അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ നാളെ കാവ്യയുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് വിവേക് പറഞ്ഞു. നീ ശരിക്കും ഭാഗ്യവാനാണ് അളിയാ എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ ശരിടാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിവേക് ഫോൺ താഴെ വെച്ചു. എന്നാൽ ആലോചനകൾ കാരണം അവന് ഉറക്കം വന്നില്ല. കൊച്ചിയിലെ ഒരു കഫേയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു രഘുവും ശേഖറും. എന്താ രഘു പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ശേഖർ ചോദിച്ചു. നിന്റെ എടുത്തുചാട്ടം കാരണം വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, രഘു മറുപടി നൽകി. പ്രശ്നങ്ങൾ പുതുതായി വരാൻ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ ആകുലത മുഴുവൻ കാവ്യയെക്കുറിച്ചാണ്, ശേഖർ പറഞ്ഞു. എൻ്റെ മകളുടെ കാര്യത്തിൽ ലളിത, നിനക്കറിയാമല്ലോ, നമ്മൾ ബ്രാഹ്മണരാണ്. പെൺകുട്ടികൾക്ക് എന്തിനാ പഠനം എന്ന് പറഞ്ഞ് വീട്ടിലെ മുതിർന്നവർ എതിർത്തിട്ടും ഈ കാലത്ത് എല്ലാവരും തുല്യരാണെന്ന് വാദിച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മകളെ ലളിതയെ MBBS പഠിപ്പിച്ചത്. പ്രാക്ടീസിനായി അവളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജൂനിയറായി ചേർന്നു. താൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അന്ന് എന്നോട് പറഞ്ഞു. +2 മുതൽ അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നത്രേ. ലളിതയേക്കാൾ 1.5 വയസ്സിന് ഇളയതാണ് അവൻ. കുറച്ച് മാസങ്ങൾ ഞങ്ങൾ ആ വിഷയം എവിടെയും സംസാരിച്ചതേയില്ല. ജാതകവശാൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യിപ്പിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ ബന്ധുക്കൾ വഴി ഒരു ഡോക്ടറുടെ ആലോചന വന്നു. അവർ വന്ന് കണ്ടുപോയ ശേഷം തനിക്ക് ആ ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ 10ഓളം ആലോചനകൾ അവൾ മുടക്കിയപ്പോൾ എനിക്ക് സംശയം തോന്നി. ശരിക്കും നിനക്ക് വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ സ്നേഹിച്ചവനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ലെന്ന് അവൾ ആവേശത്തോട് പറഞ്ഞു. അത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ എൻ്റെ ഭാര്യ അവൾക്ക് 4 അടി കൊടുത്തു. സങ്കടത്തോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് രഘു തൻ്റെ കൈ ശേഖരൻ്റെ കൈമേൽ വെച്ചു. ഞാൻ ആ പയ്യനെ ഫോൺ ചെയ്ത് അവരുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ രീതികളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അവർക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ഈ വിവാഹം നടന്നാൽ ബന്ധുക്കളുടെ ഇടയിൽ ഞങ്ങൾ എത്രത്തോളം തരം താഴ്ത്തപ്പെടുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. അവൻ്റെ അമ്മയും എന്നോട് യോജിച്ചു. അവർ അകത്തുപോയി മകനോട് കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം ആ പയ്യൻ പുറത്തു വന്നു പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ആരെയാണോ ഇഷ്ടം അവരുമായി വിവാഹം നടത്തി കൊടുക്കൂ. ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചു. അവൾക്കായി ഞാൻ കാത്തിരിക്കും. അതല്ല, നിങ്ങൾ കൊണ്ടുവരുന്ന ആളെയാണ് അവൾ വിവാഹം കഴിക്കുന്നതെങ്കിലും എനിക്ക് എതിർപ്പില്ല. ഞാൻ അവളെ ശല്യം ചെയ്യില്ല. അവർ വന്നു എന്ന് അവൾ പറഞ്ഞു. രഘു തുടർന്നു. എന്ത്? രഘു, നീ എന്തായി പറയുന്നത്? പോലീസുകാരാണോ വന്നത്? ശേഖർ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു. അതെ, ലളിത പോലീസിനെ വിളിച്ച്
തന്നെ വീട്ടിൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. തൻ്റെ ഇഷ്ടമില്ലാതെ കല്യാണാലോചനകൾ നടത്തുന്നുണ്ട് എന്നും താൻ മേജറാണെന്നും സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതെ ദിവസവും മർദ്ദിക്കുന്നുവെന്നും അവൾ പരാതി നൽകി എന്ന് പറഞ്ഞ് കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് രഘു കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ശേഖർ വേദനയോടെ അവനെ നോക്കി. രഘുവിനെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. വളരെ മൃദുവായ സ്വഭാവമുള്ള ഒരാളാണ് അവൻ. ഓഫീസിൽ ആരെങ്കിലും സഹായം